എല്ലാവർക്കും നമസ്കാരം. 2025 ഈ ഭക്തി നിർഭരമായ മണ്ഡലകാലത്ത് കോട്ടയം തിരുനക്കര സ്വാമിയാർമഠം ദേവസ്ഥാനത്തിലെ ശ്രീശങ്കര ആർഷ വിദ്യാപീഠത്തിലെ കുട്ടികൾ ഒരു വ്രതമായിട്ട് ശ്രീമദ് ഭാഗവതം എന്ന ആ മഹാഗ്രന്ഥത്തെ, അതിൻ്റെ പ്രാധാന്യത്തെ എല്ലാവരിലും എത്തിക്കുവാനായിട്ട്, പ്രത്യേകിച്ചും കുട്ടികൾ ഭാഗവതം എന്താണെന്നറിയണം. സപ്താഹവേദികളിൽ ഇന്ന് ഉള്ള അവസ്ഥ മാറി ധാരാളം ചെറുപ്പക്കാരും കുട്ടികളും സപ്താഹങ്ങൾ കേൾക്കുവാനും ആ ശ്രീമദ് ഭാഗവതത്തിൻ്റെ വിശിഷ്ടമായ അനുഗ്രഹത്തെ നേടുവാനും അവർക്കൊരു പ്രചോദനം ഉണ്ടാകണം എന്നുള്ള ലക്ഷ്യത്തോടു കൂടി ഭാഗവതം എന്താണെന്ന് കുഞ്ഞുങ്ങൾ അറിയണം. ശ്രീകൃഷ്ണന്റെ കഥകൾ എന്തുമാത്രം ജീവിതത്തിൽ അവർക്ക് നന്മ നേടിക്കൊടുക്കും. പ്രത്യേകിച്ചും ഈ കലികാലത്തില് വേറൊന്നും ഇത്ര എളുപ്പമല്ല. ഏറ്റവും എളുപ്പമായത് ഭാഗവത കഥകൾ കേൾക്കുന്നതാണ് എന്ന് എല്ലാവരിലും ആ ഒരു അറിവിനെ എത്തിക്കുവാൻ നമ്മുടെ മഠത്തിലെ കുട്ടികൾ ഒരു വ്രതമായിട്ട് ആ ഭാഗവത കഥയുടെ പ്രാധാന്യത്തെ കാണിക്കുന്ന പത്മപുരാണത്തിലെ ഭാഗവത മാഹാത്മ്യം 6 അധ്യായങ്ങളായിട്ടുള്ളതിനെ എല്ലാ ദിവസവും 10-12 ശ്ലോകം വീതം ചൊല്ലുകയും അതിൻ്റെ സാരത്തെ എല്ലാവർക്കും പറഞ്ഞു തരികയും ചെയ്യുന്നൊരു മഹത് കർമ്മത്തിലേക്ക് അവർ കാലെടുത്ത് വെച്ചിരിക്കുകയാണ്. ഇന്ന് 2ാം ദിവസമാണ്. ഇന്നും 10-12 ശ്ലോകങ്ങൾ കുഞ്ഞുങ്ങൾ വായിക്കും, അതിൻ്റെ പാരായണം ചെയ്യും, അതിൻ്റെ അർത്ഥവും പറയും. ഈ പരിപാടിയിലേക്ക് എല്ലാവരെയും വളരെയധികം സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഈ സന്ദേശം എല്ലാവരിലേക്കും എത്തിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയും ചെയ്തു. കുഞ്ഞുങ്ങൾ ചെയ്യുന്നൊരു മഹത് കർമ്മം, പ്രത്യേകിച്ചും കുഞ്ഞുങ്ങളുള്ള വീടുകളിലേക്ക് ഇത് എത്തിക്കുക. എല്ലാ സ്ഥലത്തും എത്തിയിട്ട് എല്ലാവരും ഭാഗവതത്തിന്റെ പ്രാധാന്യത്തെ അറിയട്ടെ. അങ്ങനെ നമ്മുടെ ഭാഗവത വേദികൾ കുഞ്ഞുങ്ങളെ കൊണ്ട് നിറയട്ടെ. അവർ സദ്ഗുണസമ്പന്നരായിട്ട് വളരട്ടെ. ഇന്നത്തെ പ്രോഗ്രാം അവതരിപ്പിക്കുന്നത് വിനീത് കൃഷ്ണനാണ്. ഇന്ന് മാഹാത്മ്യ പാരായണവും പ്രഭാഷണവും നടത്തുന്നത്. അതിനുശേഷം അദ്രിനാഥ് ഏകശ്ലോക ഭാഗവതവും ജ്ഞാനപ്പാനയും അവതരിപ്പിക്കും. 2 കുട്ടികളെയും ഏറ്റവും അധികം സന്തോഷത്തോടെ പ്രോഗ്രാം അവതരിപ്പിക്കുന്നതിനായിട്ട് ക്ഷണിക്കുന്നു. ആദ്യം വിനീത് കൃഷ്ണനെ പരിപാടി അവതരിപ്പിക്കുന്നതിനായിട്ട് വിളിക്കും. എല്ലാവർക്കും നമസ്കാരം. ഓം നമോ ഭഗവതേ വാസുദേവായ. ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേ സർവവിഘ്നോപശാന്തയേ. ഗുരവേ സർവലോകാനാം ഭിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. ജന്മാദ്യസ്യ യതോന്വയാദിതരതശ്ചാർത്ഥേഷ്വഭിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായ ആദികവയേ മുഹ്യന്തി യത്സൂരയഃ. തേജോ വാരിമൃതാം യഥാ വിനിമയോ യത്ര ത്രിസർഗോ മൃഷാ ധാംനാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. ധർമ്മപ്രോജ്झितकैतवोऽत्र പരമോ നിർമത്സരാണാം സദാം. വേദ്യം വാസ്തവമത്ര വസ്തു ശിവദം താപത്രയോന്മൂലനം. ശ്രീമദ്ഭാഗവതേ മഹാമുനികൃതേ കിം വാ പരൈരീശ്വര സദ്യോ ഹൃദ്യവരുധ്യതേത്ര കൃതിഭിഃ ശുശ്രൂഷിഭിസ്തക്ഷണാത്. നിഗമകൽപതരോർഗളിതം ഫലം ശുകമുഖാദമൃതദ്രവസംയുതം പിബത ഭാഗവതം രസമാലയം മുഹുരഹോ രസികാ ഭുവി ഭാവുകാഃ. നാരായണം നമസ്കൃത്യ
നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേ. യം പ്രവ്രജന്തമനുപേതമപേതകൃത്യം ദ്വൈപായനോ വിരഹകാതര ആജുഹാവ. പുത്രേതി തന്മയതയാ തരവോഭിനേതു തം സർവഭൂതഹൃദയം മുനിമാനതോസ്മി. യഃ സ്വാനുഭാവമഖിലശ്രുതിസാരമേകം അധ്യാത്മദീപമതിതിതീർഷതാം തമോന്ധം സംസാരിണാം കരുണയാഃ പുരാണഗുഹ്യം തം വ്യാസസൂനുമുപയാമി ഗുരും മുനീനാം. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. യം ബ്രഹ്മാ വരുണേന്ദ്രരുദ്രമരുതഃ സ്തുന്വന്തി ദിവ്യൈസ്തവൈഃ വേദൈഃ സാംഗപദക്രമോപനിഷदैर्गायन्ति യം സാമगाः. ധ്യാനാവസ്ഥിതതദ്ഗതേന മനസാ പശ്യന്തി യം യോഗിനോ യസ്യാന്തം ന വിദുഃ സുരാസുരഗണാ ദേവായ തസ്മൈ നമഃ. കോമളം കൂജയൻ വേണും ശ്യാമളോയം കുമാരകഃ വേദവേദ്യം പരം ബ്രഹ്മ ഹാസതാം പുരതോ മമ. ഭൂതൈർമഹദ്ഭീര്യ ഇമാഃ പുരോ വിഭുഃ നിർമായശേതേ യദമൂഷു പൂരുഷഃ ഭുങ്ക്തേ ഗുണാൻ ഷോഡശ ഷോഡശാത്മകഃ സോലം കൃശിഷ്ട ഭഗവാൻ വചാംസി മേ. ഇന്ന് ഞാൻ ശ്രീമദ് ഭാഗവത മാഹാത്മ്യം 1-ാം അധ്യായത്തിലെ 13-ാം ശ്ലോകം മുതൽ 25-ാം ശ്ലോകം വരെയാണ് പാരായണം ചെയ്യുന്നത്. ശുകം നത്വാ വദൻ സർവേ സ്വകാര്യകുശലാസുരാ കഥാസുധാം പ്രയച്ഛസ്വ ഗൃഹീത്വൈവ സുധാമിമാം. ഏവം വിനിമയേ ജാതേ സുധാരാജ്ഞാ പ്രപീയതാം പ്രപാസ്യാമോ വയം സർവേ ശ്രീമദ്ഭാഗവതാമൃതം. ക്വ സുധാ ക്വ കഥാ ലോകേ ക്വ കാചഃ ക്വ മണിർമഹാൻ ബ്രഹ്മരാതോ വിചാര്യൈവം തദാ ദേവാൻ ജഹാസഃ. അഭക്താംസ്താംശ്ച വിജ്ഞായ ന ദദൗ സ കഥാമൃതം ശ്രീമദ്ഭാഗവതീ വാർത്താ സുരാണാമപി ദുർലഭാ. രാജ്ഞോ മോക്ഷം തഥാ വീക്ഷ്യ പുരാധാതാപി വിസ്മിതഃ സത്യലോകേ തുലാം ബദ്ധ്വാ തോലയത് സാധനാന്യജഃ. ലഘൂന്യന്യാനി ജാതാനി ഗൗരവേണ ഇദം മഹത് തദാ ഋഷിഗണാഃ സർവേ വിസ്മയം പരമം യയുഃ. മേനിരേ ഭഗവദ്രൂപം ശാസ്ത്രം ഭാഗവതം കലൗ പഠനാത് ശ്രവണാത് സദ്യോ വൈകുണ്ഠഫലദായകം. സപ്താഹേന ശ്രുതം ചൈതത് സർവധാ മുക്തിദായകം. സനകാദ്യൈഃ പുരാ പ്രോക്തം നാരദായ ദയാപരൈഃ. യദ്യപി ബ്രഹ്മസംബന്ധാത് ശ്രുതമേതത് സുരർഷിണാ സപ്താഹശ്രവണവിധി കുമാരൈസ്തസ്യ ഭാഷിതഃ. ശൗനക ഉവാച ലോകവിഗ്രഹയുക്തസ്യ നാരദസ്യാസ്ഥിരസ്യ ച വിധിശ്രേവേ കുതഃ പ്രീതിഃ സംയോഗഃ കുത്ര തൈഃ സഹ. സൂത ഉവാച അത്ര തേ കീർത്തയിഷ്യാമി ഭക്തിപുഷ്ടം കഥാനകം
ശുകേന മമ യത് പ്രോക്തം രഹശിഷ്യം വിചാര്യ ച ഏകദാ ഹി വിശാലായാം ചത്വാര ഋഷയോ മലാ സത്സംഗാർത്ഥം സമായാത ദദൃശുസ്തത്ര നാരദം. ഇപ്പോൾ പാരായണം ചെയ്ത ശ്ലോകങ്ങളുടെ സാരം നമുക്കൊന്ന് നോക്കാം. സ്വന്തം കാര്യം നേടുവാൻ സമർത്ഥരായ ദേവന്മാർ എല്ലാവരും അവിടെ ഇരിക്കുന്ന ശുകദേവനെ നമസ്കരിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു: ഈ കലശത്തിലിരിക്കുന്ന അമൃതത്തെ അങ്ങ് സ്വീകരിക്കുക. അങ്ങ് പറയാൻ പോകുന്ന ഭാഗവത കഥയാകുന്ന അമൃതത്തെ ഞങ്ങൾക്ക് തരിക. ദേവന്മാരുടെ കയ്യിലിരിക്കുന്ന അമൃതിനേക്കാൾ വിശിഷ്ടമാണ് ഭാഗവത കഥാമൃതം എന്ന് അവർക്കറിയാം. സ്വർഗത്തിൽ അവർക്ക് ഭാഗവത കഥാരസം ആസ്വദിക്കാൻ വഴിയുമില്ല. അതുകൊണ്ട് അവർ ഭൂമിയിൽ വന്ന് സൂത്രത്തിൽ അത് കൈക്കലാക്കാൻ ശ്രമിക്കുകയാണ്. ദേവന്മാർ അവരുടെ അമൃതിന്റെ ഗുണഗണങ്ങളെ വർണ്ണിച്ചു. പരീക്ഷിത്ത് രാജാവ് വിഷഭീതിയിൽ നിന്ന് മുക്തനായി ചിരഞ്ജീവിയായി ഭവിക്കും. അതിനാൽ ഇത് രാജാവിന് കൊടുത്തിട്ട് ഭാഗവത കഥാമൃതത്തെ ഞങ്ങൾക്ക് തരിക. ഞങ്ങൾ ഭാഗവത കഥാമൃതത്തെ ആസ്വദിച്ചു കൊള്ളാം. ലോകത്തിൽ ദേവന്മാരുടെ അമൃതിന്റെ മഹത്വം എവിടെ? ഭാഗവത കഥാമൃതത്തിന്റെ മഹത്വം എവിടെ? വില കുറഞ്ഞ തിളക്കമുള്ള കാക്കപ്പൊന്ന് എന്ന വസ്തുവും ഏറ്റവും പ്രകാശമുള്ള വിലയേറിയ രത്നവും തമ്മിൽ എന്തുമാത്രം അന്തരമുണ്ടോ അതുപോലെയാണ് ഇത്. മാത്രമല്ല, ദേവാമൃതം പാനം ചെയ്താൽ അവരുടെ പുണ്യം തീരുമ്പോൾ രണ്ടാമതും മനുഷ്യലോകത്തിൽ വന്ന് ജനന മരണങ്ങൾ അനുഭവിക്കേണ്ടി വരും. എന്നാൽ ഭാഗവത കഥാമൃതം പാനം ചെയ്താൽ പുനർജന്മരഹിതമായ മോക്ഷപദവിയെ പ്രാപിക്കാം. ദേവന്മാരുടെ കൗശലം മനസ്സിലാക്കിയ ശ്രീശുകൻ സ്പഷ്ടമായി പരിഹസിച്ചു ചിരിച്ചു. ദേവന്മാർ സുഖലോലുപന്മാരാണ്. അവർക്ക് ഭക്തി കുറവാണ്. മറ്റു സുഖങ്ങളിലാണ് താല്പര്യം. അങ്ങനെയുള്ളവർക്ക് നൽകേണ്ടതല്ല ഭാഗവത കഥാമൃതം എന്നറിയാവുന്ന ശ്രീശുകൻ ദേവന്മാർക്ക് ഭാഗവത കഥാമൃതത്തെ നൽകിയില്ല. അങ്ങനെ ദേവന്മാർക്ക് പോലും ലഭിക്കാൻ പ്രയാസമായ ഈ ഭാഗവത കഥാമൃതം മനുഷ്യർക്ക് ലഭിക്കുന്നത് എത്ര മഹാഭാഗ്യമാണ്. മനസ്സിൽ ഭക്തിയുള്ളവർക്കേ ഭാഗവതം ലഭിക്കൂ. ശ്രീശുകനിൽ നിന്ന് ഭാഗവത കഥ ശ്രവിച്ച പരീക്ഷിത്ത് രാജാവിന് മോക്ഷം ലഭിച്ചത് കണ്ട് സാക്ഷാൽ ബ്രഹ്മദേവൻ പോലും ആശ്ചര്യപ്പെട്ടു. ബ്രഹ്മാവ് വസിക്കുന്നത് സത്യലോകത്തിലാണല്ലോ. ഭാഗവതത്തിന് മറ്റുള്ള വേദശാസ്ത്ര പുരാണങ്ങളെക്കാൾ എന്താണ് ഇത്ര മാഹാത്മ്യം എന്ന് അറിയാനായി ഇവയെ തമ്മിൽ ഒന്ന് തുലനം ചെയ്ത് നോക്കാൻ തീരുമാനിച്ചു. ഒരു വലിയ ത്രാസ് തുലനം ചെയ്യാനായി കൊണ്ടുവന്നു. ഒരു തട്ടിൽ തന്റെ സകല സൃഷ്ടികളെയും മറ്റു മോക്ഷപ്രദായകങ്ങളായ ഗ്രന്ഥങ്ങളെയും വെച്ച് മറ്റേ തട്ടിൽ ശ്രീമദ് ഭാഗവതത്തെയും വെച്ചു. എത്ര ശ്രമിച്ചിട്ടും ഭാഗവതം വെച്ച തട്ടിനെ ഉയർത്താനായില്ല. മറ്റു സാധനങ്ങളും ഗ്രന്ഥങ്ങളും ഒന്നും ഭാഗവതത്തിന് തുല്യമാകാതെ ഭാഗവതം മഹത്തായി കാണപ്പെട്ടു. അപ്പോൾ എല്ലാ ഋഷിമാരും ആശ്ചര്യപ്പെട്ട് വളരെയധികം സന്തോഷിച്ചു. ഭാഗവത ശാസ്ത്രം ഭൂമിയിൽ കാണപ്പെടുന്ന ഭഗവത് രൂപം തന്നെയെന്ന് മുനിമാർ നിശ്ചയിച്ചു. അത് പഠിക്കുകയോ കേൾക്കുകയോ ചെയ്യുന്നത് കൊണ്ട് ആ ജന്മത്തിൽ തന്നെ വൈകുണ്ഠപ്രാപ്തി ഉണ്ടാകുമെന്നും അറിഞ്ഞു. പ്രഥമസ്കന്ധം ഭഗവാന്റെ പാദപത്മങ്ങൾ, ദ്വിതീയ സ്കന്ധം കാൽമുട്ടുകൾ, തൃതീയ സ്കന്ധം തുടകൾ, ചതുർത്ഥസ്കന്ധം കടിപ്രദേശം, പഞ്ചമസ്കന്ധം നാഭിദേശം, ഷഷ്ഠസ്കന്ധം ഹൃദയം, സപ്തമസ്കന്ധം മാറിടം, അഷ്ടമസ്കന്ധം കണ്ഠം, നവമസ്കന്ധം തോളുകൾ, ദശമസ്കന്ധം മുഖം, ഏകാദശസ്കന്ധം ശിരസ്, ദ്വാദശസ്കന്ധം ശിരസിലെ ബ്രഹ്മസ്ഫൂർത്തി സ്ഥാനമായ ബ്രഹ്മരന്ധ്രം. ഇങ്ങനെ 12 സ്കന്ധങ്ങൾ അടങ്ങിയ ഭാഗവതം ഭഗവാന്റെ പരിപൂർണ സ്വരൂപമാണ് എന്ന് ആചാര്യന്മാർ നിശ്ചയിച്ചിരിക്കുന്നു. 7 ദിവസത്തെ ഭാഗവത ശ്രവണം കൊണ്ട് തന്നെ ഒരു ജീവന് മുക്തി ലഭിക്കും എന്ന് ദയാലുക്കളായ സനകാദി മുനിമാർ പണ്ട് ശ്രീ നാരദനോട് പറഞ്ഞിരുന്നു. ദേവർഷിയായ നാരദമുനി പിതാവായ ബ്രഹ്മാവിൽ നിന്ന് ആദ്യം ശ്രീമദ് ഭാഗവതം കേട്ടിരുന്നു എങ്കിലും സപ്താഹശ്രവണ സമ്പ്രദായവും തത്ഫലവും സനകാദി മുനിമാരാണ് നാരദമുനിക്ക് ഉപദേശിച്ചത്. സൂതൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ശൗനകൻ ചോദിച്ചു: ജനങ്ങളെ തമ്മിൽ കലഹിപ്പിച്ച് അവർക്കുള്ള ദോഷങ്ങളെ തീർത്ത് അനുഗ്രഹിക്കുവാനായി ദൈവത്താൽ നിയമിക്കപ്പെട്ടിരിക്കുന്ന ശ്രീ നാരദമുനി
ഒരു ദിക്കിൽ സ്ഥിരമായിരിക്കാതെ 4 ദിക്കിലും ചുറ്റിത്തിരിഞ്ഞ് നടക്കുന്നതിൽ സന്തോഷിക്കുന്ന ആളാണല്ലോ. അപ്പോൾ പിന്നെ എങ്ങനെ 7 ദിവസം ഒരു സ്ഥലത്ത് സ്ഥിരമായിരുന്നു കേട്ട് സന്തോഷിച്ചത്? നാരദ മഹർഷിയും സനകാദികളും തമ്മിലുള്ള കൂടിച്ചേരൽ എവിടെയാണ് നടന്നത്? ഇതിന് മറുപടിയായി സൂതൻ പറഞ്ഞു, ഭക്തി വർദ്ധിപ്പിക്കുന്നതിന് കാരണമായിരിക്കുന്ന ഈ കഥ ഞാൻ ഏകാന്ത ഭക്തനായ ശിഷ്യനാണ് എന്ന കാരുണ്യം നിമിത്തം ശുകമുനി എനിക്ക് ഉപദേശിച്ചത് ഞാൻ നിന്നോട് പറയാം. ഒരിക്കൽ ബദരി ആശ്രമത്തിന് സമീപമുള്ള വിശാല എന്നു പേരായ പട്ടണത്തിൽ സത്സംഗത്തിനായി സനകാദി മുനിമാർ സനകൻ, സനന്ദൻ, സനാതനൻ, സനൽകുമാരൻ എന്നിവർ എത്തിച്ചേർന്നു. അവിടെ വെച്ച് അവർ നാരദ മുനിയെ കണ്ടു. ഈ മണ്ഡലകാലത്ത് ഇങ്ങനെ ഒരു അവസരം എനിക്ക് ഒരുക്കി തന്ന പരമേശ്വരർ സാറിനും സ്വാമിയാർ മഠത്തിനുമുള്ള നന്ദി അറിയിച്ചു കൊള്ളുന്നു. എന്റെ ഈ എളിയ വാക്കുകൾ ഗുരുനാഥന്മാരുടെ പാദങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ജയ് ശ്രീറാം. വിനീത് നന്നായിട്ട് അവതരിപ്പിച്ചു കേട്ടോ. ഓക്കെ, അദ്രിനാഥ്. ഓം നമോ ഭഗവതേ വാസുദേവായ. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന, കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ. അച്യുതാനന്ദ ഗോവിന്ദ മാധവ, സച്ചിദാനന്ദ നാരായണ ഹരേ. ഗുരുനാഥൻ തുണ ചെയ്യുക സന്തതം, തിരുനാമങ്ങൾ നാവിന്മേലെപ്പോഴും. പിരിയാതെ ഇരിക്കണം നമ്മുടെ നരജന്മം സഫലമാക്കിയിടുവാൻ. ഇന്നലെയോളം എന്തെന്നറിഞ്ഞില്ല, ഇനി നാളെയും കണ്ടതടിക്കു വിനാശവും. മിന്ന നേരമെന്നേതും അറിഞ്ഞില്ല, കണ്ടു കണ്ടങ്ങിരിക്കും ജനങ്ങളെ. കണ്ടില്ലെന്നു വരുത്തുന്നതും ഭവാൻ. 2-4 ദിനം കൊണ്ടൊരുത്തനെ തണ്ടിലേറ്റി നടത്തുന്നതും ഭവാൻ. മാളിക മുകളേറിയ മന്നന്റെ തോളിൽ മാറാപ്പു കേറ്റുന്നതും ഭവാൻ. എളുതായിട്ടു മുക്തി ലഭിപ്പാനായി ചെവി തന്നിതു കേൾപ്പിന്നെല്ലാവരും. നമ്മെയൊക്കെയും ബന്ധിച്ച സാധനം കർമ്മമെന്നറിയേണ്ടതു മുമ്പിനാൽ. 3 കൊണ്ട് ചമച്ചൊരു വിശ്വത്തിൽ 3ആയിട്ടുള്ള കർമ്മങ്ങളൊക്കെയും. പുണ്യകർമ്മങ്ങൾ പാപകർമ്മങ്ങളും, പുണ്യപാപങ്ങൾ മിശ്രമാം കർമ്മവും. നരി ചത്തു നരനായി പിറക്കുന്നു, നാരി ചത്തുടനോരിയായി പോകുന്നു. കൃപ കൂടാതെ പീഡിപ്പിച്ചിടുന്ന നൃപൻ ചത്തു കൃമിയായി പിറക്കുന്നു. ഈച്ച ചത്തൊരു പൂച്ചയായിടുന്നു. ഈശ്വരന്റെ വിലാസങ്ങൾ ഇങ്ങനെ. കീഴ്മേലിങ്ങനെ മണ്ടുന്ന ജീവന്മാർ ഭൂമിന്നത്രേ നേടുന്നു കർമ്മങ്ങൾ. കർമ്മങ്ങൾക്കു വിളനിലമാകിയ ജന്മദേശമിത് ഭൂമി അറിഞ്ഞാലും. കർമ്മനാശം വരുത്തേണമെങ്കിലും ചെമ്മെ മറ്റെങ്ങും സാധീയ നിർണയം. ഭക്തന്മാർക്കും മുമുക്ഷു ജനങ്ങൾക്കും ശക്തരായ വിഷയി ജനങ്ങൾക്കും ഇച്ഛിച്ചിടുന്നതൊക്കെ കൊടുത്തിടും വിശ്വമാതാവ് ഭൂമി ശിവ ശിവ. യുഗം 4ലും നല്ലു കലിയുഗം, സുഖമേ തന്നെ മുക്തി വരുത്തുവാൻ. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന, കൃഷ്ണ ഗോവിന്ദ രാമായെന്നിങ്ങനെ തിരുനാമ സങ്കീർത്തനമെന്നിയെ മറ്റേതുമില്ലജ്ഞമറിഞ്ഞാലും. അർത്ഥമെത്ര വളരെയുണ്ടായാലും തൃപ്തിയാക മനസ്സിനൊരു കാലം.
ചത്തുപോം നേരം വസ്ത്രമതുപോലും ഒത്തിടാ കൊണ്ടുപോവാനൊരുത്തർക്കും കൂടിയല്ല പിറക്കുന്ന നേരത്തും കൂടിയല്ല മരിക്കുന്ന നേരത്തും മധ്യ ഇങ്ങനെ കാണുന്ന നേരത്തു മത്സരിക്കുന്നതെന്തിനു നാം വൃഥ ശക്തി കൂടാതെ നാമങ്ങൾ എപ്പോഴും ഭക്തി പൂണ്ടു ജപിക്കണം നമ്മുടെ സിദ്ധകാലം കഴിവോളം ഈ വണ്ണം ശ്രദ്ധയോടെ വസിക്കണമേവരും ഏതു ദിക്കിലിരിക്കിലും തന്നെ നാവ് കൊണ്ടിതു ചൊല്ലി എന്നാകിലും അതുമെല്ലാരും നേരമൊരു ദിനം ചെവി കൊണ്ടിതു കേട്ടുവെന്നാകിലും ജന്മസാഫല്യം എപ്പോഴേ വന്നുപോയി ബ്രഹ്മസായുജ്യം കിട്ടിയിടുമെന്നല്ലോ ആമോദം പൂണ്ടു ചൊല്ലുവിൻ നാമങ്ങൾ ആനന്ദം പൂണ്ടു ബ്രഹ്മത്തിൽ ചേരുവാൻ ലോകാ സമസ്ത സുഖിനോ ഭവന്തു ഓം ശാന്തി ശാന്തി ശാന്തി. ഏകശ്ലോകഭാഗവതം ചൊല്ലിയില്ലല്ലോ, ചൊല്ലിക്ക്. ആദൗ ദേവകി ദേവി ഗർഭജനനം ഗോപീഗൃഹേ വർദ്ധനം മായാഭൂതന ജീവിതാപഹരണം ഗോവർദ്ധനോദ്ധാരണം കംസച്ഛേദന കൗരവാദിഹനനം കുന്ദീസുതാപാലനം ഹേതദ്ഭാഗവതം പുരാണകഥിതം ശ്രീകൃഷ്ണ ലീലാമൃതം. ഓക്കെ, നന്നായിട്ട് പറഞ്ഞു കേട്ടോ, എല്ലാം നന്നായിരുന്നേ, വെരി ഗുഡ്. ചേട്ടാ സൈറാം. എന്താണ് സ്വാമിയാരോടത്തിലെ കുട്ടികളെ കൊണ്ട് പരമേശ്വരൻ സാർ ജയിക്കുന്നതെന്ന് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. ഭാഗവത മാഹാത്മ്യത്തിൽ ഒരു ജന്മം രക്ഷപ്പെടാനുള്ള മാർഗങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ അത് ശ്രവിക്കുവാനും പാടാനും ജന്മാന്തര ഹൃദയ പുണ്യം, ജന്മജന്മാന്തരങ്ങൾ ഉണ്ടായ പുണ്യം കൊണ്ട് മാത്രമേ സാധിക്കൂ എന്നുള്ളത് പരമമായ സത്യമാണ്. ഈ കുഞ്ഞുങ്ങളെ എങ്ങനെയാണ് വാഴ്ത്തേണ്ടതെന്ന് അറിയില്ല. ഈ കുട്ടിക്കാലത്തെ കൊച്ചു കുഞ്ഞുങ്ങളുടെ പ്രായത്തിൽ ഭാഗവതം മനോഹരമായിട്ട് വായിച്ചു, മാഹാത്മ്യത്തെക്കുറിച്ച് പ്രഭാഷണവും നടത്തി. എന്താണ് ഇവർ ചെയ്യുന്നതെന്നുള്ള കാര്യം ഇവരുടെ രക്ഷിതാക്കൾക്ക് ബോധ്യപ്പെടേണ്ടതാണ്. അവരുടെ പ്രോത്സാഹനം ഉണ്ടെങ്കിൽ മാത്രമേ ഇതെല്ലാം നടക്കത്തുള്ളൂ. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ കണക്ക് പരമേശ്വരനെ ഭഗവാൻ നിയോഗിച്ചിരിക്കുകയാണ്. ആ നിയോഗം അദ്ദേഹം ഭയഭക്തി ബഹുമാനത്തോട് തന്നെ ശിരസാവഹിക്കുന്നു. പരമേശ്വരനെ എത്ര പുകഴ്ത്തിയാലും മതിയാവില്ല. കുഞ്ഞുങ്ങളെ ഇതുപോലെ തന്നെ വളർത്തിയെടുക്കാൻ അവരുടെ അവസാന നിശ്വാസം വരെ ഈ സമ്പത്ത് നിലനിൽക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ഇത് തുറന്നുകൊണ്ട് പോയാൽ ജീവിതത്തിൽ എല്ലാ വിജയങ്ങളും ഉണ്ടാകും, ശാശ്വതമായ ശാന്തിയും സമാധാനവും സന്തോഷവും ഉണ്ടാകും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അതിന് ഭാഗവതം തന്നെയാണ് സാക്ഷി. അതുകൊണ്ട് ഇത് ഇടയ്ക്ക് വെച്ച് നിർത്തരുത്. കുഞ്ഞുങ്ങള് ഒരു ശീലെങ്കിലും വായിച്ചിരിക്കണം ദിവസവും. ഭാഗവതം അത്ര മഹത്തരമായ ഗ്രന്ഥമാണ്. വിനീതകൃഷ്ണൻ ഭംഗിയായിട്ട് തന്നെ അത് അവതരിപ്പിച്ചു, പ്രഭാഷണം നന്നായിട്ട് അവതരിപ്പിച്ചു, ഭംഗിയായിട്ട് തന്നെ പാരായണവും നടത്തി. അതുപോലെ തന്നെ അദ്രിനാഥൻ അത്ര ഭാവഗംഭീരമായിട്ടാണ് പാടിയത്. ശാശ്വതമായ സത്യങ്ങളല്ലേ ആ പറഞ്ഞത് മുഴുവൻ. നമ്മൾ ഉൾക്കൊണ്ടാൽ നമുക്കും രക്ഷപ്പെടാം. സൈറ.
വിനീത് കൃഷ്ണനും അദ്രിനാഥും രണ്ടുപേരും വളരെ മനോഹരമായി തന്നെ അവരുടെ കൃത്യങ്ങൾ നിർവഹിച്ചു. വളരെ നന്നായ പാരായണം രണ്ടുപേരുടെയും. അതുപോലെ ഭംഗിയായി ആ തത്വങ്ങൾ വളരെ നല്ല ഭാഷയിൽ നന്നായി അവതരിപ്പിച്ചു. രണ്ടുപേർക്ക് അഭിനന്ദനങ്ങൾ. തുടർന്നും ഇത് കേൾക്കാൻ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. വളരെ സന്തോഷം. സായിറാം സർ, വിനീതും അദ്രിനാഥും ഭംഗിയായിരുന്നു കേട്ടോ. അദ്രിനാഥിന്റെ ചൊല്ലുന്ന കേട്ടിട്ട് എനിക്ക് ഇപ്പോഴത്തെ കാലത്ത് ഇപ്പൊ ഈ ഇലക്ഷന്റെ പ്രചരണം നടക്കുന്ന സമയത്ത് ഇത് കറക്റ്റാണ്. കണ്ടങ്ങിയിരിക്കും ജനങ്ങളെ, കണ്ടില്ലെന്നോ നടിക്കുന്നതും ഭവാൻ, മാളിക മുകളേറിയ മന്നന്റെ തോളിൽ മാറാപ്പ് കയറ്റി. ഇനിയിപ്പം ഡിസംബർ 13 മനസ്സിലാവും ആരാണ് എന്താണെന്നുള്ളത്. അപ്പൊ സത്യം ഇപ്പോഴത്തെ എന്തോരം എപ്പോ എഴുതിയതാണ് പൂന്താനം, ഇപ്പോഴും അതിന്റെ പ്രസക്തി അതുപോലെ ഇരിക്കുന്നു എന്നുള്ളതാണ്. പിന്നെ വിനീത് വളരെ ഭംഗിയായിട്ട് ചൊല്ലി, വളരെ ഭംഗിയായിട്ട് അവതരിപ്പിച്ചു. ഇപ്പൊ മധുചേട്ടൻ പറഞ്ഞ പോലെ ഒരു പുണ്യത്തിന്റെ കാര്യം പറഞ്ഞില്ലേ സാറേ, അത് ഭഗവാൻ ഇങ്ങനെ ഓരോരുത്തരെ നിയോഗിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഈ കലികാലത്ത് ഇങ്ങനെയുള്ള കുറെ ആൾക്കാരെ ഇൻസ്ട്രുമെന്റ്സ് ആയിട്ട് നമ്മുടെ തൃക്കൈക്കാട്ട് സ്വാമിയാർ മഠം പോലെയുള്ള സ്ഥാപനങ്ങളും നമ്പൂരി സാറിനെ പോലെ, പരമേശ്വരൻ സാറിനെ പോലെ, മധുചേട്ടനെ പോലെയുള്ള ആളുകളെയും ഒക്കെ ഭഗവാൻ തന്നെ നിയോഗിക്കുന്നതാണ്. അതിൽ വന്ന് പെടുന്ന കുട്ടികളും ഭാഗ്യവാന്മാരാണ്. ഞങ്ങളെ പോലെ കേൾക്കാനായിട്ട് വന്ന് പെടുന്ന ആൾക്കാരും ഭാഗ്യവാന്മാരാണ്. എന്തൊക്കെയോ പുണ്യമുണ്ട്, അതുകൊണ്ടാണ് ഇതൊക്കെ ഇങ്ങനെ നിലനിന്ന് പോകുന്നത്. അതിന്റെ ഒരു ഭാഗമാകാൻ കഴിഞ്ഞതിൽ വലിയ സന്തോഷമുണ്ട്. എല്ലാവർക്കും എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു സാർ. നമസ്കാരം. നന്നായി എന്നോടൊപ്പം വളരെ നന്നായി അതിന്റെ സാരാംശം പറയുകയും ചെയ്തു. സാർ എത്ര നന്നായിട്ടാണ് അവർക്ക് ട്രെയിനിങ് കൊടുത്തിരിക്കുന്നത്. മോനെ ഇനിയൊരു ഭാഗ്യം വേറെ കിട്ടാനില്ല എന്ന് എനിക്ക് തോന്നുന്നു. ഇനിയും ഈ ഭാഗവതം മുഴുവൻ ഇങ്ങനെ പഠിക്കാൻ നിങ്ങൾക്ക് ഇതുപോലെ ഒരു ഗുരുവിനെയും നിങ്ങൾക്ക് എപ്പോഴും കൂടെ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സായിറാം. നാളത്തെ പ്രോഗ്രാം, നാളെ പാരായണം ചെയ്യുന്നത്, പ്രഭാഷണം നടത്തുന്നതും ദിക്സ നമ്പ്യാർ. ഏകശ്ലോക ഭാഗവതവും ജ്ഞാനപ്പാനയും പാരായണം ചെയ്യുന്നത് തീർത്ഥ മനോജ്. നാളത്തെ ശ്ലോകങ്ങള് അധ്യായം 1 25 മുതലുള്ള 36 വരെയുള്ള ശ്ലോകങ്ങളാണ് പാരായണവും പ്രഭാഷണവുമായിട്ട് അവതരിപ്പിക്കുന്നത്. അപ്പോൾ എല്ലാവരും നേരത്തെ തന്നെ കയറി കുഞ്ഞുങ്ങളെ പ്രോത്സാഹിപ്പിക്കുക, അനുഗ്രഹിക്കുക. ഈ സന്ദേശം എല്ലാവരിലേക്കും എത്തിക്കുക, എല്ലാവരിലേക്കും സന്ദേശം എത്തിക്കണം. നമുക്ക് ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ സപ്താഹവേദികളിൽ ഒരു കുഞ്ഞിനെ പോലും കാണാനില്ല. 7 ദിവസം എത്ര രൂപ ചെലവഴിച്ച് എത്ര വലിയ വലിയ ആചാര്യന്മാരെ കൊണ്ടുവന്ന് നടത്തുമ്പോൾ അത് എത്തേണ്ട സ്ഥലത്തേക്ക് എത്തുന്നില്ല എന്നൊരു സങ്കടം ആണ് നമ്മുടെ ഈ പ്രോഗ്രാമിനൊക്കെ നമ്മളെ പ്രചോദനം ഉണ്ടാകാൻ കാരണം അതുകൊണ്ട് തന്നെ. എത്തേണ്ട സ്ഥലത്ത് എത്തുന്നില്ല. നമ്മൾ കുറച്ച് പ്രായമുള്ളവർ ഇത് കേൾക്കും, എന്തെങ്കിലുമൊക്കെ നമുക്ക് അതിൽ നിന്നൊരു ഭാഗ്യം കിട്ടും, നമ്മൾ മരിച്ചു പോകും. പക്ഷെ ഇത് നിലനിന്നു പോകുവാനായിട്ടുള്ള പുതിയൊരു തലമുറ അവർക്ക് ഇതിന്റെ പ്രാധാന്യം അറിയാത്തത് കൊണ്ടാണ്. അത് നമ്മൾ ഓരോരുത്തരും എത്രയോ പേര് ഭാഗവതം പഠിക്കുന്നുണ്ട്, വായിക്കുന്നുണ്ട്. പക്ഷെ ആരും കുഞ്ഞുങ്ങൾക്ക് ഇതൊന്നും പറഞ്ഞു കൊടുക്കുന്നില്ല. വലിയ സങ്കടമുള്ള കാര്യമാണ്. ആ സങ്കടം മാറ്റാനാണ് നമ്മൾ ഇങ്ങനെ, നമ്മുടെ കുട്ടികൾ തയ്യാറായി എന്നുള്ളതാണ്. ആദ്യത്തെ ദിവസം തന്നെ എല്ലാ കുഞ്ഞുങ്ങളും പേര് തന്നു. അപ്പോൾ അവർക്ക് ആഗ്രഹമില്ലാഞ്ഞിട്ടല്ലല്ലോ, അവർക്ക് എല്ലാവർക്കും വേണമെന്നുണ്ട്. ഇതേപോലെയല്ലേ എല്ലാ സ്ഥലത്തുള്ള കുഞ്ഞുങ്ങളും ഇങ്ങനെ തന്നെയാണ്. ഒരു കുഞ്ഞും മോശമില്ല, എല്ലാവരും ഭഗവാന്റെ കുട്ടികളാണ്. പക്ഷെ അവർക്ക് കൊടുക്കേണ്ടത് കൊടുക്കുന്നില്ല, അവിടെയാണ് പ്രശ്നം. ഈ കുട്ടികളും സ്കൂളിൽ പഠിക്കുന്നുണ്ട്, എത്രയോ പേർക്ക് എല്ലാം സമ്മാനം മേടിക്കുന്ന കുട്ടികളാണ്. നമ്മുടെ മടത്തി വരുന്ന കുഞ്ഞുങ്ങൾക്കെല്ലാം ഓരോരോ ഫീൽഡിലെല്ലാം മികച്ച കുട്ടികൾ. അതേപോലെ എല്ലാ സ്ഥലത്തും ഉണ്ട് ആൾക്കാർ. അപ്പോൾ നമ്മൾ ഓരോരുത്തരുടെയും ധർമ്മമാണ് അത് കണ്ടുപിടിച്ച് ഓരോ കുട്ടിക്കെങ്കിലും ഇത് പറഞ്ഞു കൊടുക്കുക. അത് ഇപ്പോ ചെയ്യാൻ പറ്റുന്നത് ഈ ഒരു ഇതിൽ കയറാൻ പറയുക, അല്ലെങ്കിൽ ഇതിന്റെ റെക്കോർഡിങ് നമ്മൾ ഇടും. റെക്കോർഡിങ് ഇടുമ്പോൾ അത് ഏതെങ്കിലും പാരന്റ്സിന് ഷെയർ ചെയ്തിട്ട് കുട്ടികൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നു, ഇത് കാണൂ, പറഞ്ഞു കൊടുക്കൂ എന്ന്
മനസ്സിലാക്കണം. എല്ലാവരും അതിനുവേണ്ടി ഉത്സാഹിക്കണം. നാളെയും എല്ലാവരും പ്രസന്റ് ആവുക, എല്ലാവരും കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കുക. കുട്ടികളെല്ലാവരും പ്രസന്റ് ആവണം കേട്ടോ. നിങ്ങൾക്കൊരു വലിയൊരു സമ്മാനം നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. അത് ലാസ്റ്റ് ഡേ നമ്മുടെ സപ്താഹം നടന്നുണ്ടല്ലോ, ജനുവരിയിലെ സപ്താഹം കഴിഞ്ഞിട്ട് അവസാന ദിവസം അവിടെ ഒരു ശ്രീകൃഷ്ണന്റെ ചെറിയ പ്രതിമ അവിടെ 7 ദിവസം പൂജിച്ച് നിങ്ങൾക്ക് തരുന്നതായിരിക്കും. വളരെ വിശേഷപ്പെട്ട ഒരു സമ്മാനമാണ് ലഭിക്കുക. ഗുരുവായൂരപ്പന്റെ കുഞ്ഞു പ്രതിമ നിങ്ങൾക്ക് കിട്ടും. പക്ഷേ എല്ലാ ദിവസവും പങ്കെടുക്കുന്ന എല്ലാവരും നിർബന്ധമായിട്ട് കയറണം. ഞാനത് നോട്ട് ചെയ്യുന്നുണ്ട്. കയറാത്തവർക്ക് സമ്മാനം തരില്ല. ഒരാളുടെ കഴിഞ്ഞാൽ അയാൾ കയറാതിരിക്കരുത്. മറ്റേ പ്രോഗ്രാം എന്താ വെച്ചാൽ അതിന്റെ മാഹാത്മ്യം പറയുമ്പോൾ അതെല്ലാവർക്കും അറിയാം. നിങ്ങൾ എല്ലാവരും ഇത് പഠിക്കും. ഒരാൾ ഒരു ഭാഗമേ പഠിക്കുള്ളൂ, അത് പോരാ. എല്ലാവരും എല്ലാം കേൾക്കണം. എല്ലാവരും ഉണ്ടാവണം രംഗത്തില്. അങ്ങനെയുള്ളവർക്ക് ഞാൻ നോട്ട് ചെയ്യുന്നുണ്ട് ആരൊക്കെ കയറുന്നതെന്ന്. അങ്ങനെ എല്ലാ ദിവസവും വരുന്ന കുഞ്ഞുങ്ങൾക്ക്, പാരായണം ചെയ്തവർക്ക് ഒരു നല്ല ഭഗവാൻ തന്നെ നിങ്ങളുടെ വീട്ടിലേക്ക് വരും. സായിറാം. നമുക്ക് നാളെ വീണ്ടും കാണാം. എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും തരുന്ന പ്രോത്സാഹനത്തിന് ഒരുപാട് നന്ദി. സായിറാം. സായിറാം. സായിറാം സാർ. സായിറാം സാർ.